സൂറാവിയെ ഇതുവരെ പുറപ്പെട്ടില്ല? ഒന്ന് വേഗമായി നമ്മളെ പൊന്നു സൂറാവി. കഴിഞ്ഞ് ഞമ്മള് വരികയാണിന്ന്. വരികയാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായല്ലോ. ഇന്ന് ഞമ്മളെ വിവാഹ വാർഷികമാണ്, ഈ അത് മറക്കണ്ട. ആഹാ, ഈ നല്ല സുന്ദരിയായിക്കണല്ലോ. പോയല്ലേ, വിവാഹ വാർഷികം ബീച്ചിൽ പോയി ആഘോഷിക്കാൻ പോവുകയാണ് നമ്മള്. വരീം. നിന്റെ സൂറാവി 500 കൊല്ലം കൂടി നിന്റെ കൂടെ ദുനിയാവില് ജീവിക്കണമെന്നാണ് നമ്മളെ പൂതി. അതൊരു വല്ലാത്ത പൂതിയാണല്ലോ ഗഫൂർക്ക. അത്രയൊന്നും ആയുസ് മനുഷ്യന്മാർക്ക് പഠിച്ചോൻ തന്നിട്ടില്ല. അത് ഞമ്മക്കറിയാന്ന്, പക്ഷെ ആഗ്രഹിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. സൂറാവി, ഞമ്മക്ക് കയ്യും പിടിച്ച് ബീച്ചിൽ കൂടി ഒരു പാട്ടും പാടി നടന്നാലോ? സിനിമയിലൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നോളി, ഞമ്മക്ക് നാണായിട്ട് പാടില്ല. എന്തിനാപ്പൊ നാണിക്കണത്? എന്റെ കെട്ടിയോന്റെ കയ്യാലേക്ക് വിളിക്കണ്? വേണ്ട, എന്നാലും ഞമ്മക്ക് നാണാവും. സൂറാവി, ഞമ്മൾ എന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഞമ്മള് മരിച്ചുപോയാ ഈ വേറെ കല്യാണം കഴിക്കോ? ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ സംസാരിക്കല്ലേ എന്റെ ഗഫൂർക്ക. ഞമ്മക്കത് ചിന്തിക്കാൻ കൂടി പറ്റൂല. നിങ്ങള് മയ്യത്തായി പോയാല് ഞമ്മളെ അനിയത്തിന്റെ കൂടെ ജീവിക്കും. സമാധാനായി മുത്തേ. അപ്പോ അനക്ക് ഞമ്മളോട് പെരുത്തിഷ്ടാണല്ലേ? പിന്നല്ലാതെ. അതെ, ഞമ്മള് മയ്യത്തായാലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യൂ? ഈ കാര്യത്തില് എന്റെ തീരുമാനം തന്നെയാണ് ഞമ്മക്കും. ഗഫൂർ അത്ര ഇഷ്ടമൊന്നുമല്ല. ഈ മയ്യത്തായി പോയാല് എന്റെ അനിയത്തിന്റെ കൂടെ ജീവിക്കാനാണ് ഞമ്മളും തീരുമാനിച്ചത്.